ആന കാട് കയറി എന്നുറപ്പായപ്പോൾ വയനാട്ടിൽ മന്ത്രിമാരെത്തി. പക്ഷെ മുഖ്യമന്ത്രി വന്നതേയില്ല. വനം മന്ത്രിയും റവന്യൂ മന്ത്രിയും തദ്ദേശ മന്ത്രിയുമാണ് സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. മുഖ്യമന്ത്രി വരാത്തതിൽ UDF-കാർ യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തു. വയനാട്ടിൽ ഗവർണർക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം. ആന അതിക്രമം കാട്ടിയവരുടെ വീടുകളിൽ സന്ദർശനം നടത്തി ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യാം. എന്നിട്ട് മുഖ്യമന്ത്രിക്ക് മാത്രം വയനാട്ടിലേക്ക് എത്താൻ മടിയാണ്. ഗവർണർ പോകുന്നിടത്തെല്ലാം കരിങ്കൊടി കാട്ടി കരിങ്കാലിപ്പണി നടത്താൻ കുട്ടി സഖാക്കളെ കച്ചകെട്ടിയിറക്കി. ഗവർണറുടെ യാത്രയ്ക്ക് ഒരു മുടക്കവും ഉണ്ടായതുമില്ല. കേരളം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചതല്ലാതെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ചില്ലിക്കാശു പോലും നൽകിയില്ല. ഞാൻ വന്നില്ലെങ്കിൽ എന്താ, കാര്യങ്ങൾ നടന്നാൽ പോരെ എന്ന മുടന്തൻ ന്യായത്തിൽ തന്നെയാണ് വനം മന്ത്രി ഉള്ളത്. ഞാൻ വന്നില്ലെങ്കിൽ എന്താ, കാര്യങ്ങൾ നടന്നാൽ പോരെ എന്ന മുടന്തൻ ന്യായത്തിൽ തന്നെയാണ് വനം മന്ത്രി ഉള്ളത്. എന്തിനാണ് ഇങ്ങനെയൊരു മന്ത്രി എന്നതാണ് പ്രശ്നം. 10 ദിവസം പിന്നിട്ടിരിക്കുന്നു ആദ്യത്തെ ആനച്ചതി നടന്നിട്ട്. ആന കാട് കയറിയും ഇറങ്ങിയും വനപാലകരെയും നാട്ടുകാരെയും ഭീതിയിലാക്കി. ഇപ്പോൾ കർണാടക വനത്തിലാണ് ബേലൂർ മഗ്നി ഉള്ളത്. കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ആന കൂടുതൽ അക്രമകാരിയായി ഉൾവനത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. ആന തിരിച്ചെത്താൻ സാധ്യതയില്ലെന്ന നിഗമനത്തെ തുടർന്ന് മിഷൻ ബേലൂർ മഗ്ന പ്രതിസന്ധിയിലായി. ആനയെ രാത്രിയും വനംവകുപ്പ് സംഘം നിരീക്ഷിക്കുന്നുണ്ട്. ദിവസങ്ങളായി രാവും പകലും വനപാലക സംഘം ബേലൂർ മഗ്നയുടെ പുറകെ നടന്നുവെങ്കിലും മയക്കുവെടി വയ്ക്കാൻ സാധിച്ചിരുന്നില്ല. ദൗത്യത്തിലുണ്ടായിരുന്ന കുങ്കിയാനകളിൽ ഒന്നിനെ ബേലൂർ മഗ്ന ആക്രമിക്കാനും ശ്രമിച്ചിരുന്നു. നോർത്ത് വയനാട്, സൗത്ത് വയനാട്, വയനാട് വന്യജീവി സങ്കേതം, നിലമ്പൂർ നോർത്ത്, സൗത്ത്, മണ്ണാർക്കാട്, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള RRT സംഘങ്ങൾ അടക്കമുള്ള 200ഓളം വനവകുപ്പ് ജീവനക്കാരാണ് 10 ദിവസമായി ആനയെ പിടികൂടാനുള്ള ശ്രമം നടത്തുന്നത്. മയക്കുവെടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്കറിയയും മുൻപ് കർണാടകയിൽ നിന്ന് ബേലൂർ മഗ്നിയെ മയക്കുവെടി വെച്ച സംഘത്തിലെ അംഗങ്ങൾ അടക്കമുള്ള 25 പേരടങ്ങുന്ന കർണാടക വനപാലകരും ഒപ്പമുള്ളത് തിരച്ചിലിൽ പങ്കെടുക്കുന്നവർക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. മുൻപ് ഒരു വട്ടം മയക്കുവെടി വെച്ച് പിടികൂടിയതിനാൽ കുങ്കിയാനകളുടെ സാന്നിധ്യം മനസ്സിലാക്കി മോഴയാന ഉൾവനത്തിലേക്ക് പിൻവാങ്ങുന്നതും പൊന്തക്കാടുകളും ദൗത്യ സംഘത്തിന് തലവേദന ഉണ്ടാക്കുന്നുണ്ട്. മുള്ളൻകൊല്ലിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടുന്നതിനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. അതിനിടയിലാകട്ടെ സുഖവാസത്തിനെന്ന മട്ടിൽ രാഹുൽ എത്തുകയും മടങ്ങുകയും ചെയ്തു. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചിരിക്കുകയാണ് രാഹുൽ. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമല സ്വദേശി പനച്ചിയിൽ അജീഷിന്റെ വീട്ടിലാണ് അദ്ദേഹം ആദ്യം എത്തിയത്. കർഷക ആത്മഹത്യകൾ പെരുകുകയും വന്യജീവി ആക്രമണത്തിൽ നിരവധി കർഷകർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടും സ്വന്തം മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാത്ത രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ രോഷമുയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത്. അജീഷിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച രാഹുൽ ഗാന്ധി എന്ത് സഹായം വേണമെങ്കിലും നൽകാമെന്ന് ഉറപ്പു നൽകിയ ശേഷം മടങ്ങുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനം വാച്ചർ പോളിന്റെ വീട്ടിലും കയറി. പോളിന്റെ വീട്ടിൽ നിന്നും കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാഗേരി മൂടക്കൊല്ലി സ്വദേശി പ്രജീഷിന്റെ വീട്ടിലേക്കാണ് പോയത്. 2024 ആരംഭിച്ചതു മുതൽ വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ കൊല്ലപ്പെട്ടത് 3 പേരാണ്. ഇത്രയും ദാരുണമായ സംഭവങ്ങൾ വയനാട്ടിൽ നടന്നിട്ടും ഉത്തരവാദിത്തപ്പെട്ട MP എന്ന നിലയിൽ രാഹുൽ ഗാന്ധി വരികയോ ഇവിടെ നടക്കുന്ന ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ല. ഇത് വിവാദമായപ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്ന ഭീതിയിൽ ജോഡോ ന്യായി യാത്രയിൽ നിന്ന് രാഹുൽ ഗാന്ധി മിന്നൽ സന്ദർശനത്തിന് എത്തിയത്. രാഹുൽ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാത്തത് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിരുന്നു. രാഹുൽ ഗാന്ധി MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം വയനാട്ടിലെ കർഷക കൂട്ടായ്മ അദ്ദേഹത്തിന് വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ഇതിലൊന്നുപോലും പരിഗണിക്കുകയോ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം ട്രാക്ടർ റാലി നടത്തിയെങ്കിലും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് അദ്ദേഹം സമയം ചെലവഴിച്ചത്. കർഷകരുടെ ആവശ്യങ്ങൾ അവഗണിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ പോലും തയ്യാറായില്ല. കർഷകർ കൊല്ലപ്പെട്ടാൽ അനുശോചന സന്ദേശം അയക്കുന്നതിൽ കവിഞ്ഞ ഒരു നടപടിയും MP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതുമില്ല. ഇത്തവണ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന അപൂർവ മുഹൂർത്തവും കാണാനിടയായി. ആനയുടെ ചവിട്ടേറ്റ് അവശനായ പോളിന്റെ ജീവൻ വെച്ച് കളിക്കുകയാണ് ചെയ്തത്. ഒരു കുടുംബത്തിന്റെ ഒരേയൊരു ആശ്രയമായിരുന്നു പോളിനെ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ആനയുടെ ചവിട്ടേറ്റയാളെ മെഡിക്കൽ കോളേജുകൾ തമ്മിൽ മാറേണ്ടി വരുന്നത് കേട്ടുകേൾവിയില്ലാത്തതാണ്. ബോർഡ് വെച്ചാൽ മാത്രം മെഡിക്കൽ കോളേജ് ആകില്ലെന്നും രാഹുലെങ്കിലും അറിയണ്ടേ. വന്യമൃഗശല്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ മതിയായ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. വനം മന്ത്രി എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാകുന്നില്ല. വയനാട് MP ഇപ്പോഴെങ്കിലും മണ്ഡലത്തിലെത്തിയത് നന്നായി എന്നാണ് കേന്ദ്രമന്ത്രി V. മുരളീധരൻ പറഞ്ഞത്. മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ MP-ക്ക് ഒരു ഉത്തരവാദിത്തവുമില്ലേ?
കേന്ദ്രം നൽകിയ പണം ഉപയോഗിക്കുക തന്നെ വേണം. സംഭവം നടന്ന ഒരാഴ്ചയിലേറെ കഴിഞ്ഞാണ് MP മണ്ഡലത്തിലെത്തിയത്. വിനോദസഞ്ചാരിയായിട്ടല്ല രാഹുൽ സ്വന്തം മണ്ഡലത്തിൽ പോകേണ്ടത്. ടൂറിസ്റ്റ് മനോഭാവത്തിനപ്പുറം സ്വന്തം മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക കൂടി വേണം. വന്യജീവി പ്രശ്നങ്ങൾ ഉള്ളിടത്ത് കേന്ദ്ര നിർദ്ദേശം പാലിക്കാൻ MP സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം. അതിനെവിടെ സമയം? എല്ലാം ശരിയാക്കാം, പക്ഷെ ഞാൻ പ്രധാനമന്ത്രിയായിട്ട് എന്ന മട്ടിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്.